ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ കാളൻ കറിയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ മൺചട്ടിയിലാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കുമ്പളങ്ങ, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ഇതിന് അത്യാവശ്യം വേവാനുള്ള വെള്ളം എന്നിവ ചേർത്തിട്ട് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മളിത് വെന്ത് വരുമ്പോഴേക്കും നമുക്കിതിന് അരയ്ക്കാനുള്ള അരപ്പൊക്കെ ഒന്ന് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് നമുക്ക് തേങ്ങ, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക്, പിന്നെ വെളുത്തുള്ളി, കുറച്ച് ജീരകം എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടി ഉപയോഗിക്കാം കേട്ടോ, ഈ പച്ചമുളകിന് പകരം. എന്നിട്ട് ഇത് നമ്മൾ ഈ വെന്ത് വരുന്ന കുമ്പളങ്ങയിലോട്ട് നമ്മൾ നന്നായി ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഒരു കാര്യം വിട്ടുപോയി, വേപ്പിലയും കൂടി ഇട്ടിരുന്നു കേട്ടോ നേരത്തെ. അപ്പം അതുകൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വെക്കണം. ശരിക്കും ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് ഒരു മുളക് ഒരു മുളക് നമുക്ക് ഇട്ട് കൊടുക്കാം. വേറെ ഒന്നിനല്ല, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അത് നമ്മൾ മുറിച്ചിട്ടില്ല, എരിവ് വേണ്ടല്ലോ അധികം കാളൻ കറിക്ക്. അപ്പോൾ വെന്ത് വരുന്നതിലോട്ട് നമുക്കിനി അടുത്തത് തൈരാണ് ചേർക്കാനുള്ളത്. ഞാനിത് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുള്ളതാണ്. പുളി അനുസരിച്ചിട്ട് ഒഴിച്ചാൽ മതി കേട്ടോ. ഈ തൈര് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലതിന് പുളിയായിരിക്കും. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിന് പുളി നോക്കിയിട്ട് വേണം ഈ തൈര് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചെറുതായി ഒന്ന് തിളച്ച് വരുമ്പോൾ അതൊന്ന് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമുക്ക് വറവിനുള്ളത് എന്താ വെച്ചാൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കടുക്, ഉലുവ, പിന്നെ കറിവേപ്പില, ഒരു പച്ചമുളക് എന്നിവ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ അതിനകത്ത് വറവിടാൻ പോവാണ്. ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഈ ചുവന്ന വറ്റൽമുളകില്ലേ, വറ്റൽമുളകാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ പച്ചമുളക് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തത്. പക്ഷെ എന്നാലും ടേസ്റ്റാണ്, വേറൊരു ഫ്ലേവർ കിട്ടും പച്ചമുളക് വെച്ചിട്ട് നമ്മളിങ്ങനെ വറുത്തിടുമ്പോൾ. ഇനി നമുക്ക് ഇത് കറി ശരിയായി ഏകദേശം. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു വേപ്പില, അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ കുറച്ചൊരു 5 മിനിറ്റൊക്കെ അടച്ച് വെച്ചിട്ട് എടുക്കാം. നമ്മുടെ കാളൻ റെഡി. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ. ബൈ.